അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആളുകൾ വരണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരണമെങ്കിൽ സംവരണം നിയമപരമായിട്ട് വേണം. പക്ഷെ പക്ഷെ 50% ആക്കിയതൊരു ലോഹായിപ്പ്. 50% സംവരണം എന്ന് പറയുന്നത് അതൊരു നല്ല തോന്നുന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെ പാലാ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ വന്നു, പിറവത്തെ ചെയർപേഴ്സൺ വന്നു, നഗരസഭയിലും പഞ്ചായത്തിലും ഒക്കെ ചെയർപേഴ്സണും പ്രസിഡന്റും ഒക്കെ സംവരണം ആയിക്കോട്ടെ. പക്ഷെ ഒരു പഞ്ചായത്തിലെ വാർഡിലേക്ക് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് കേരളത്തിലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥിമാരെ തപ്പി നടക്കുമായിരുന്നു. ഓരോ വാർഡിലും വനിതാ സംവരണം വന്ന സ്ഥാനാർത്ഥിമാർ അത്രയും വനിതകൾ 30% മതിയായിരുന്നു. ഒരാള് മാത്രം വിചാരിച്ച് ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനകത്ത് ഇപ്പൊ ഞാൻ എന്നുള്ള വ്യക്തി എത്ര നല്ലൊരു മനോഭാവത്തോടെ വന്നാലും ഞാൻ മാത്രം വിചാരിച്ച് ആ ഫുൾ സിസ്റ്റം മാറ്റിയെടുക്കാൻ കഴിയണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത് 2 വർഷത്തേക്കാണ്. എനിക്ക് ഒരു 2 വർഷത്തിനുള്ളിൽ എൻ്റെ ഈ സിസ്റ്റത്തിലുണ്ടാകുന്ന അഴിമതികൾ അല്ലെങ്കിൽ ഇപ്പം അവിടുത്തെ സ്റ്റാഫിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലംസ്, അവർ കൈക്കൂലി വാങ്ങുന്നവരാണോ അല്ലാത്തവരാണോ, അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം ഫുൾ തുടച്ചു മാറ്റാൻ ഞാൻ ഒറ്റൊരാൾ വിചാരിച്ചാൽ സാധിക്കണമെന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ആൾക്കാർ വേണം. ഈ ഒരു സിസ്റ്റം അത് ട്രാൻസ്ഫോർമേഷൻ വളരെ സ്ലോ ചേഞ്ച് ആയിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് റിസർവേഷൻ വേണ്ടത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ 50% സ്ത്രീകളാണെങ്കിൽ നമ്മൾക്ക് സ്ത്രീകളില്ലാത്ത ഒരു ഡെമോക്രസി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് വന്നാൽ അവിടെ ചേച്ചി പറഞ്ഞ പോലെ പോയിന്റ്സ് വിട്ടുപോകും. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഇൻക്ലൂഷൻ വേണം, അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ വേണം. നമ്മളെ അല്ലെങ്കിൽ സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഒരു ഡെമോക്രസിയിൽ അത് ഒരു ഫോൾട്ട് എന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞത്. അവിടെ പ്രോബ്ലംസ് വരും, അവിടെ നമ്മൾ മിസ്സായി പോകുന്ന ഒരു കാര്യം വേണം. അതുകൊണ്ട് ഇൻക്ലൂസിറ്റി വേണം, റെപ്രസെൻറ്റേഷൻ വേണം. എന്നാൽ മാത്രമേ കുറച്ചും കൂടി ഒരു വൈഡ് ആയിട്ട് നമുക്കൊരു വേണമെങ്കിൽ അത് ഏറ്റവും ആവശ്യം നിയമനിർമ്മാണ സഭയിലാണ്. അത് വേണമെങ്കിൽ ഏറ്റവും ആവശ്യം നിയമസഭയിലാണ്. നിയമസഭയിൽ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ. ജനങ്ങള് നമ്മളെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ സിസ്റ്റത്തെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കില്ല എന്ന് പറയാനല്ല. അതിനൊരു ചെയർപേഴ്സന്റെ ആവശ്യമില്ല. ആ ടീമിനെ സെറ്റ് ചെയ്യണോടത്തേക്കാണ് നമ്മുടെ മിടുക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.